സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു ഏകതാനത ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അതിനൊരു മതമല്ല എന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം മതം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻസിന്റെ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഘടനയോ ഘടകമോ സനാതനധർമ്മത്തിന് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ലോകത്ത് എവിടെയൊക്കെ സംഘടിതമായിട്ടുള്ള മതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മതങ്ങൾക്കെല്ലാം ചില പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില പൊതു സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ്, സിംഗിൾ ഗോഡ് എന്ന് പറയുന്ന ഒരു ത്രൈകത്വമാണ്. ഏക ഗ്രന്ഥം, ഏക ദൈവം, ഏക പ്രവാചകൻ. ഇത് എല്ലാ സെമിറ്റിക് ഓർഗനൈസ്ഡ് മതങ്ങളും പിന്തുടരുന്ന ഒരു പോളിസിയാണ്. നിങ്ങൾ യഹൂദ മതം എടുത്തു വെച്ചു നോക്കൂ. സിംഗിൾ ടെക്സ്റ്റ് ടോറ, സിംഗിൾ പ്രൊഫറ്റ് മോസസ്, സിംഗിൾ ഗോഡ് ജഹോവ. നിങ്ങൾ ക്രിസ്ത്യൻ മതം എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ടെക്സ്റ്റ് ബൈബിൾ, സിംഗിൾ പ്രൊഫറ്റ് ജീസസ്, സിംഗിൾ ഗോഡ് ഫാദർ. നിങ്ങൾ ഇസ്ലാം മതം എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ടെക്സ്റ്റ് ഖുറാൻ, സിംഗിൾ പ്രൊഫറ്റ് മുഹമ്മദ്, സിംഗിൾ ഗോഡ് അള്ളാഹ്. പക്ഷേ ഹിന്ദു ധർമ്മം എടുത്തു കഴിഞ്ഞാൽ ഏതാ നിങ്ങളുടെ സിംഗിൾ ടെക്സ്റ്റ്? നിങ്ങളുടെ ഏക ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിന് ഉത്തരം പറയാൻ സാധിക്കില്ല. അത്രയേറെ ഗ്രന്ഥ സമുച്ചയങ്ങൾ നമുക്കുണ്ട്. പാരാവാരമാണ് ഗ്രന്ഥത്തിന്റെ. പൊതുവിൽ പറയാറുണ്ട് ബാക്കി എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഗ്രന്ഥമുണ്ട്, ഹിന്ദുവിന് സ്വന്തമായിട്ട് ഒരു ഗ്രന്ഥാലയമുണ്ട് എന്ന്. എല്ലാവർക്കും ഓരോ പുസ്തകങ്ങളുള്ളപ്പോൾ നമുക്കുള്ളത് ലൈബ്രറികളാണ്. എത്രയാണ് നമ്മുടെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാലും തീരാത്തത്ര ഗ്രന്ഥങ്ങളാണ്. നളന്ദയിലെ സർവകലാശാല ഭക്തിയാർ ഖൽജിയുടെ നേതൃത്വത്തിൽ തീയിട്ട് കത്തിച്ച് നശിപ്പിച്ചപ്പോൾ 3 മാസം നിന്ന് കത്തി നളന്ദ എന്നാണ് പറയുന്നത്. കാരണം 90 ലക്ഷത്തിന് മേലെ പുസ്തകങ്ങളായിരുന്നു നളന്ദയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നത്. ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ കത്തിത്തീരാൻ ഏതാണ്ട് 3 മാസത്തെ സമയം എടുത്തു എന്നാ. അപ്പോൾ ഏതാ ഹിന്ദുവിന്റെ ഏകഗ്രന്ഥം? വേദമാണോ ഏകഗ്രന്ഥം? അതോ ഉപനിഷത്തുകളാണോ? അതോ സ്മൃതികളാണോ? മനുസ്മൃതിയോ നാരദ സ്മൃതിയോ യാജ്ഞവൽക്യ സ്മൃതിയോ ആണോ? അതോ ഇതിഹാസങ്ങളാണോ?